ഹായ്, എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലെ നംസായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നംസായി ഡിസ്ട്രിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസമായിട്ട് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ തങ്ങിയത്. ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. ഉറക്കമൊക്കെ ആകെ സീനായിപ്പോയി. രാത്രിയൊക്കെ ഞാൻ എണീച്ച് പാറ്റേനെ കൊല്ലാനുണ്ട്. നോക്കി ഇഷ്ടമാതിരി പാറ്റ പിടിച്ച തിറങ്ങുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് കൊല്ലണമായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട് ഉണ്ടല്ലേ. അതിൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് കയറി ആകെ സീനായിട്ട് എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കാവുന്ന. ഞാനേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം 3 മണിയായിട്ടാ. ഉറക്കം മൊത്തം പോയി. 2 ദിവസം നമ്മൾ ഉറങ്ങിയ റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വെച്ച് ഇവിടെ ടെൻ്റ് അടിച്ചതാണ്. ഇവിടെ ടെൻ്റ് അടിച്ചിട്ടാ. നോക്കി നമ്മൾ ടെൻ്റ് ഇപ്പോൾ തുറന്ന് വെച്ചേക്കണ വേറൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പാറ്റയാട്ടാ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പാറ്റകളാണ്. നോക്കി ഇവിടെയൊക്കെ പുറത്തൊക്കെ ഇഷ്ടം മാതിരി കേട്ടാ. ഒരുപാട് പാറ്റയുണ്ട് ഇവിടെ. നോക്കി ഓരോ സൈഡിലും ഉണ്ട് കേട്ടോ. ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ 3 ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറേ എണ്ണത്തിനെ ഓടിച്ച് കുറേ എണ്ണത്തിനെ കൊന്നു കളഞ്ഞ് ഉറക്കമൊക്കെ ആകെ പോയി. ആകെ തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്ട് ഞാൻ. ഇതുണ്ടല്ലേ, ഇവിടെ കുറേ എണ്ണത്തിനെ ഞാൻ കൊന്നിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്നതിനെ കൊല്ലാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇവർ ഇതിനെ കൊല്ലുക പോലും ചെയ്യില്ല കേട്ടോ. ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇരുന്നിരുന്ന് വളരണയാണ്. ഇവൻ്റെ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ ഒരു പുല്ലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവൻ്റെ ഈ ഒരു മൊണാസ്ട്രി, അതായത് മേളിലാണ് ഇവൻ്റെ ടെമ്പിള്. എൻ്റെ അവിടെ ചെന്നാലും ഫുള്ള് ഈ പാറ്റകളാണ് കേട്ടോ. നോക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. കുറേ എണ്ണത്തിനൊക്കെ ഞാൻ ഇങ്ങനെ കൊന്നിട്ടോ. ഇത് കണ്ടില്ലേ, ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടുണ്ട്. ഇത് ചെയ്യുന്നൊരു പിടിക്കില്ല കേട്ടോ. ഇതാണ് എൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ കേട്ടോ. ഒന്നല്ല കേട്ടോ, വേറെയൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ഓരോന്നിനെയൊക്കെ ഓടിച്ച് വരുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കയറും. ഞാൻ കണ്ടില്ല, എവിടെ ഉണ്ട് ആകെ പ്രാന്തായിട്ടാ. ഉറക്കവും പോയി. പിന്നെ ഓരോന്നിനോരോന്നായിട്ട് ഓടിക്കണം, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. നേരം വെളുക്കാറായിട്ട് എവിടെയാണെങ്കിലും നേരം വെളുക്കും. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. പിടുത്തമില്ല കേട്ടോ. ഇത് നോക്കി ഓടിക്കളിച്ചിട്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാത്തിനും ഓടിച്ച് വീണ്ടും കയറി. വീണ്ടും ഞാൻ എല്ലാത്തിനും ഓടിച്ച് കുറഞ്ഞത്തിന് വീണ്ടും കൊന്ന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ആ സമയത്ത് പിന്നെ വന്നിട്ടില്ല. ഏകദേശം ഒരു വെളുത്തട്ടോ. നേരെ ഇവിടെ ഏകദേശം ഒരു 3:30 ഇപ്പം നേരെ പയ്യെ വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പെട്ടെന്ന് നേരെ വെളുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈറ്റ് അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത് പിന്നെ കാണില്ല. പിന്നെ അതിനെ ഒന്നിനെയും കണ്ടില്ല കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ മൊത്തം ഇവിടെ നിറച്ചും ഇതാർന്നു കേട്ടോ. എൻ്റെ പൊന്നോ, ഈ ഒരു പാറ്റ, പഴുതാര, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ട് നടപടിയായില്ല കേട്ടോ. പിന്നെ ഇതൊരു മൊണാസ്ട്രിയാന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഒരു ബുദ്ധയുടെ ചെറിയൊരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ താമസിക്കുന്നതിൻ്റെ മേളിലാണ് ടെമ്പിള്. അതിപ്പോൾ അടച്ചിട്ടേക്കനെയാണ്, കയറാൻ പറ്റുമോ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലാമാസ്, അതുപോലെ പഠിക്കണവരൊക്കെ താമസിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ നടക്കുമ്പോൾ വെള്ളത്തിൽ ചെറിയൊരു ടെമ്പിളുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. നടന്നു വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇറങ്ങാമെന്ന് വെച്ച് ഈ കാണുന്നത് സ്തൂപം പോലത്തെ ഒരു സംഭവം കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഈ ഒരു മൊണാസ്ട്രിയിലെ ഇവിടുത്തെ ബുദ്ധിസ്റ്റുകളും പിന്നെ നമ്മുടെ തവാങ് അവിടെയൊക്കെയുള്ള ബുദ്ധിസ്റ്റുകളായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഇവർ എന്താണ് മഹായാന, ഹിനായാന, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. അതിപ്പോൾ അടച്ചേക്കണ കേട്ടാ. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറാറുന്നു. ഇതുണ്ടല്ലേ, നമുക്ക് നടന്നു പോകാനുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെ നടന്നു പോയതാണ്. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല. അല്ല, അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തിട്ടാ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ ആഴം വളരെ കുറവാണ്ട. നമ്മൾ ഇറങ്ങും തോറും ഇത് കലങ്ങിക്കൊണ്ടിരിക്കും. ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ കയറി അപ്പുറത്തേക്ക് പോവാട്ടാ. നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങാം. ഓൾറെഡി അത് ക്ലോസ്ഡ് ആണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഷോർട്സ് കണ്ടിട്ടേക്കണ. വെള്ളം ഇന്നലത്തേനേക്കാളും ചെറിയ രീതിയിൽ കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇല്ലേ, ഇങ്ങനെ നടന്നു വേണം കയറാൻ കേട്ടോ. ഒരു പണിതേക്കണൊക്കെ സെറ്റപ്പ് കൊള്ളാട്ടാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് കാലൊക്കെ ഒന്ന് തുടക്കുക, എന്നിട്ട് വേണം കയറാൻ കേട്ടോ. ഉദകാസിമ എന്തോ വിദേശിച്ചിട്ടുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല കേട്ടാ.
എൻ്റെ ഇത് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. വലിയ വലിയ താഴെക്കിട്ടാണ് പൂട്ടി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അതിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഒരു ബുദ്ധയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഒരു ഡൊണേറ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മതലല്ല ഗ്ലാസ്സാണ്, അതിൽ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളെന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടം വരെ വന്നിട്ട് വെള്ളത്തിൽ ഒരു ചെറിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണുന്നത് കേട്ടോ. പിന്നെ അല്ലാത്തൊരു ടെമ്പിളുണ്ട്, നമ്മൾ മറ്റേ ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളാണ്, സിക്കാർഡ അമൃത്സർ പഞ്ചാബിലെ കേട്ടാ. അതാണ് പിന്നെ കണ്ടത്. ഇന്നിപ്പോൾ നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്, വെയിൽ വന്നതിന് ഭയങ്കര വെയിലാണ്. പക്ഷെ ഇന്നലെ കാലാവസ്ഥ കുഴപ്പമില്ലായിരുന്നു. മിനിഞ്ഞാന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാൻ ആകെ തളർന്ന് സീനായിട്ടിരിക്കണേന്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചേട്ടാ. 2 ദിവസം റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് കിട്ടിയ പണിയെന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ലാമയുടെ എന്ന് തോന്നുന്നു. ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഭയങ്കര വ്യത്യാസം കേട്ടോ, നിയമങ്ങളും കാര്യങ്ങളും. അങ്ങനെയാണ് ഇവർ പറഞ്ഞത് എന്നോട്. നമ്മളങ്ങനെ സൈക്കിളെല്ലാം പാക്ക് ചെയ്ത് ഇവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ ഇറങ്ങുന്നില്ല. ടീക്കേ ദീദി ജാരേ. അപ്പോൾ ഇതാണ് ഇവരുടെ ടെമ്പിൾ. ഓൾറെഡി ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആട്ടോ. നമുക്കൊന്ന് കയറി നോക്കാം. ദീദി ജാ സക്തേ ഹൈ ഊപ്പർ, ജാ സക്തേ ഹൈ. നമുക്ക് ഷൂവൊക്കെ ഒന്ന് അയക്കാം, എന്നിട്ടൊന്ന് മേളിൽ കയറാട്ടാ. ഞാൻ വിചാരിച്ചില്ല ഓപ്പൺ ആവുമെന്ന്. നമ്മൾ എല്ലാ മൊണാസ്ട്രികളിലും കണ്ട പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പൂജയുടെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഒക്കെ പൂജയ്ക്ക് വേണ്ടിയുള്ള മണികളാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ, പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് ബുദ്ധനിങ്ങനെ ജ്ഞാനത്തിലിരിക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പവർ എന്താണെന്ന് കാണിക്കണത്. ഇവിടെ വൈകിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഇവരായിട്ട് അധികം കമ്പനി ആയില്ല, ഇവരങ്ങനെ അധികമായിട്ട് കമ്പനി ആകാൻ വരാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കയറി എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തന്നെയായിരുന്നു. ഇതുണ്ടല്ലോ, ഒരുപാട് ശിലകൾ വെച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് ശിലകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാ മൊണാസ്ട്രിയിലും കാണുന്നതിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇവർ വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. ഇവർ ശരിക്കും ഈ പറഞ്ഞ പോലെ ദലൈലാമയായിട്ട് വലിയ ടച്ചില്ലാത്ത ആൾക്കാരാണ് കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞു കേട്ടേട്ടാ. അതുപോലെ തന്നെ ഇവർ ഈ ഒരു ബുദ്ധയിൽ മാത്രമേ വിശ്വസിക്കും. അപ്പോൾ ദലൈലാമയായിട്ട് അത്ര കണക്ഷൻ ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ സ്റ്റോറി എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ സ്റ്റോറി നോക്കിയിട്ട് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇവൻ്റെ ഈ ഒരു സ്തൂപത്തിൻ്റെയൊക്കെ കളർ കണ്ടില്ല. സാധാരണ നമ്മൾ കാണുന്ന സ്തൂപങ്ങളെല്ലാം വെള്ള കളറാണ്, ഇതൊരുമാതിരി ഒരു ഗോൾഡൻ ടൈപ്പ് കളറാണ് കേട്ടോ. പിന്നെ അതേപോലെ ഒരു ബുദ്ധയുടെ ഒരു ശിലയൊക്കെ വെച്ചിട്ടുണ്ട് ചെറുത്. ഇവിടെയൊക്കെ വൈകിട്ട് പിള്ളേർ വന്ന് കളിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചതേ പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കണേ കാണുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പോസ്റ്റാക്കി. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ, പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മൾ പോണത് നംസായിലേക്കാണ്. ഏകദേശം 35 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ നംസായിലേക്ക്. ഇതാണ് റൂട്ട് കേട്ടോ. ഇവിടെ റോഡിൻ്റെ പണി നടന്നിട്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നല്ല പൊടി ഉണ്ടാവും കേട്ടോ അത്യാവശ്യം വണ്ടികൾ വന്നു കഴിഞ്ഞാൽ. വണ്ടിക്കാരെല്ലാം നമ്മളിങ്ങനെ നോക്കൊണ്ട് പോകണേ കേട്ടാ. ഇനിയിപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ എനിക്ക് തോന്നുന്നത് 2 വർഷമൊക്കെ എടുക്കുമായിരിക്കും കേട്ടോ, ഇതിൻ്റെ മൊത്തം പണി ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ കാണാത്ത മാർക്കറ്റാണ്, ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഈ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാൻ എനിക്കൊരു മൈൻഡ് ഉണ്ടാകുന്ന കേട്ടോ. കാരണം നമ്മുടെ ഉറക്കം ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു കടയിൽ വന്നിട്ടുണ്ട്, റൊട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 രൂപയാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒപ്പം എന്താ സബ്ജിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞാൽ. വേറെ കടകളൊന്നും ഇല്ല, പിന്നെ ഉള്ളതൊക്കെ വലിയ വലിയ കടകളാണ്, അവിടെ നല്ല റേറ്റ് ഉണ്ടാവും. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങാം. റൊട്ടിയുണ്ട്, പിന്നെ സബ്ജി ഉണ്ട്, പിന്നെ ഒരു കറിയുണ്ട് കേട്ടോ. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ ഇറങ്ങാം കേട്ടോ.
നമ്മളെ ഇപ്പൊ ആ ഒരു മോശം റോഡിൽ നിന്ന് നല്ലൊരു ഹൈവേയിൽ കയറിയേട്ടാ. ഈ കാണുന്നതാണ് ഹൈവേ. ഇത് നേരെ ചെല്ലണത് നംസായി, അതുപോലെ തിൻസുക്കിയ, ഡിബ്രുഗഡ് അങ്ങോട്ടേക്ക് പോണ റൂട്ടാണ്ടാ. നല്ല റോഡാണ്, 2 ലൈനാണ്ടാ. ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ എന്തോ ഉള്ളു കേട്ടാ നംസായി. അതിന് മുമ്പ് ഗോൾഡൻ പക്കോട ഉണ്ട്, അത് പോയി കാണണം. तो ये तो चौकाम ते आते हैं ठीक ब्रो के लोग पैसे तो महान गाड़ी घुराए से तो ब्रो 5 मैन यो ब्रो आपके लिए एक बोतल पानी इतना दूर से आया आप तो आप केरला टू ऑल इंडिया नेपाल भूटान ना. हाय भैया, हेलो कैसे हो आप लोग? ठीक है. आपका नाम क्या है? सॉरी आपका नाम क्या है भैया? मेरा योमतो फंक्शन. अच्छा, आपका? मेरा नाम विस्का. आप लोग प्रॉपर औमी प्रॉपर कहाँ का है आप लोग? हम प्रॉपरली पासीघाट का है. पासीघाट का, अरुणाचल का. अच्छा. और मेरा माँ ये लोग का जगह का है. अच्छा, आप लोग क्या कुछ रिलेटिव है और दोस्त ले? रिलेटिव है और से आप लोग. अच्छा, और दोस्त भी है ना. अच्छा, बहुत मिलने के लिए अच्छा होगा. रास्ता में मैं यहाँ से आने के लिए तो बहुत आदमी को मिला, कोई बातचीत करता है. आप लोग को ऐसा मिलने के लिए बहुत अच्छा होगा, बहुत एक्सपीरियंस होगा. ठीक है भैया, सेम करता है. अच्छा लगा ब्रो. ओके, थैंक यू सो मच. ओके, बिल्कुल ओके. प्लीज लाइक एंड सब्सक्राइब. अच्छा, आप लोग का चैनल का नाम कुछ बताओ. मेरा YB25 ब्लॉग्स. अच्छा. और मेरा हम आजकल YouTube में नहीं डालता है. पहले तो दिलीजन गाई था YouTube पे. अभी हम YouTube छोड़ दिया और उसके बाद Facebook कंटेंट क्रिएटर आमू अविस आउमी ये है मेरा ना. ओके, सब्सक्राइब करेगा मैं. ओए ब्रो, और एक बार 5 मैन. ओके, ठीक है. आया नहीं हो जाएगा. थैंक यू भैया, थैंक यू. तो बना देते हैं. अच्छा, नहीं गरम है ना, इसलिए तो पानी पीने का मजा है. तो इससे ना उसका बगल थोड़ा सा 1-2 दिन रुका इधर. अच्छा, उसका बाद गया मैं आलुआ बोल की जगह. आलुआ तो एर्नाकुलम में है. हाँ वही है. अच्छा. नहीं आलुआ से एर्नाकुलम 1-2 किलोमीटर का नहीं 1 घंटा का डिफरेंस है. हाँ, डिफरेंट है, मतलब एर्नाकुलम डिस्ट्रिक्ट में पड़ता है. अच्छा, बढ़िया है. कितना साल रुका था? 1 साल का. कैसे हो केरला? अच्छा है. अच्छा है ना. हाँ, मुझे बहुत अच्छा लगा. मैं अभी 2 बार गया है. अच्छा, वहाँ में क्या करता था? नहीं वो मैं उधर काम के लिए गया था. क्या? हाँ, आलुआ में गया था, वो प्लाईवुड कंपनी में गया था. എല്ലാവർക്കും നമ്മുടെ മലയാളികളോട് അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാരോട് വല്ലാത്ത സ്നേഹം, വല്ലാത്തൊരു ബഹുമാനം കേട്ടാ. അതൊരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഊർജ്ജം, വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടാ. നമ്മുടെ നാടിനെ കുറിച്ച് മറ്റു നാട്ടിലെത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുമ്പോൾ കിട്ടുന്ന ഫീല്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ശരിക്കും ഞാനൊരു മലയാളി അല്ലെങ്കിൽ ഞാനൊരു കേരളക്കാരൻ എന്ന രീതിയിൽ വലിയ രീതിയിൽ അഭിമാനിക്കണം കേട്ടാ. നമ്മൾ ഇതേപോലെ പുറം നാടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടാ. അതൊരുപാട് ഫീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 4 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ പക്കോട എത്തും കേട്ടാ. നമ്മൾ രാവിലെ ആ ഒരു മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു വെള്ളത്തിലിരിക്കുന്ന ചെറിയൊരു ടെമ്പിൾ കാണിച്ചില്ലേ, ആ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിച്ചേട്ടാ. ആ ഒരു വെള്ളം ഒഴുകി വന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്ന് നോക്കിയേ, ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഒഴുക്കുണ്ട്, അതുപോലെ തന്നെ ആഴമുണ്ട് കേട്ടാ. നമ്മൾ ഈ ഒരു സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുളിച്ചത്. നല്ല കിടിലം വെള്ളം അല്ലേ, അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇത് നല്ല രീതിയിൽ ഒഴുകി നേരെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ ട്രൈപോഡൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാം. എൻ്റെ സൈക്കിൾ ഞാൻ അവിടെ മേളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് അടിയിലേക്ക് കൊണ്ടുവരണം. എന്തായാലും ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് വാട്ടാ. നല്ല കിടിലം വെള്ളം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങിയില്ലെങ്കിൽ അത് ഒരു മോശമല്ലേ. എന്തായാലും നമുക്ക് ഇറങ്ങാട്ടാ. സൈക്കിളെ അടിയിലേക്ക് കൊണ്ടുവരാം. തിന്നുന്നുണ്ട്. കിട്ടുന്ന സ്ഥലം കേട്ടാ, രക്ഷയില്ല. ഈ ഒരു വെള്ളം കണ്ടിട്ട് ഇതിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അതൊരു മോശം കേട്ടാ. അപ്പുറത്തെ സൈഡിൽ ഇറങ്ങല്ല, ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങല്ലോ കേട്ടാ. അപ്പുറത്ത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങിയേട്ടാ. വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുടിച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒഴുകി അങ്ങാട് പൊക്കോട്ടാ. പോയി കഴിഞ്ഞ് എവിടെ ചെന്ന് പതിക്കുന്ന ഒരു പിടുത്തമില്ല. ഞാൻ ഫോണൊന്നും മുക്കൂല കേട്ടോ. ഫോണൊക്കെ വെള്ളം കയറി തീരും ഒരു കഷ്ടിച്ചാണ് പിടിക്കലേട്ടാ. ആരുമില്ല, നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല. എൻ്റെ കയ്യിൽ ട്രൈപോഡും ഇല്ല, മൈക്കും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഇതുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളൊന്ന് ക്ഷമിക്കാട്ടാ. ഇങ്ങനെ വെള്ളത്തിൽ വരിക, ഒന്ന് മുങ്ങാട്ടാ.
അതില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഒരുപാട് വീഡിയോസ് എടുക്കണം ആഗ്രഹമില്ലാണ്ടല്ല കേട്ടാ, വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഈ വെള്ളം നോക്കി എന്ത് ഭംഗിയാണ്, തെളിഞ്ഞിരിക്കുന്ന വെള്ളമാണ്, തെളിനീര് പോലെ ഇരിക്കുന്ന കേട്ടാ. നമ്മളങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കൂടിയിട്ടുണ്ട് കേട്ടാ. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും കൃഷിപ്പാടങ്ങളാണ്, ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും നെൽകൃഷി അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒന്നും വിതച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതൊരു ഹൈവേ കേട്ടോ, അവരൊക്കെ ഫുള്ള് ഇങ്ങനെ പശുക്കൾ വന്ന് ചാണം ഇട്ടിട്ട് വേഗനയാണ്. അങ്ങനെ നമ്മൾ ഗോൾഡൻ പക്കോട് എത്തിയേട്ടാ. പോണ റൂട്ടിൽ ഇവിടെ ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാരുണ്ട്, ചെറിയ മാർക്കറ്റ് ഇതുണ്ടല്ലേ, ഗോൾഡൻ പക്കോട. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കണം കേട്ടോ. വെൽക്കം ടു കൊങ്ങു കാം എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ഇതിന് 2 പേരുണ്ട് കേട്ടോ, ഒന്ന് ഗോൾഡൻ പക്കോട എന്ന് പറയും, ഒന്ന് ഈ ഒരു പേരും പറയട്ടാ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർണ്ണ ഭൂമി എന്നാട്ടാ. കണ്ടില്ലേ, വെൽക്കം ടു കൊങ്ങു കാം ഗോൾഡൻ പക്കോട. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഒരുപാടുണ്ട് കേട്ടാ, ഇപ്പോൾ തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും വൈകിട്ടൊക്കെ ആകുമ്പോൾ തുറക്കുള്ളൂ എന്ന് തോന്നണ്ടാ. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ആകെയുള്ളത് ഇവിടെ ഒറ്റൊരു കട മാത്രമേ തോന്നിട്ടുള്ളൂ കേട്ടാ. ओके भैया, थैंक यू सो मच. ओके, अब तो फ्री में मेरे को भेज दिया, താങ്ക് യു. നമ്മളെ ഇപ്പോൾ ഇവിടെ ഗോൾഡൻ പക്കോട കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്നോട് ടിക്കറ്റ് ഇവർ വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഏകദേശം ടിക്കറ്റിന് 50 രൂപ ചാർജ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചില്ല. നിങ്ങൾ പോയി കണ്ടിട്ടോ, നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇത്ര ദൂരം സൈക്കിൾ ചവിട്ടി വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ടാ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഇതുണ്ടല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും കയറാട്ടാ. എൻ്റെ സൈക്കിൾ അവിടെ ഞാൻ പുറത്ത് പാർക്കിങ്ങിൽ വെച്ചേക്കണേണ്. ഇവിടെ ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പുകളുണ്ട്. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ തണലായിട്ട് ചെറിയ രീതിയിൽ മരങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഗോൾഡൻ പക്കോട കേട്ടാ, അതായത് ഗോൾഡൻ ടെമ്പിൾ. ഇതിനൊരു പേരുണ്ട്, ആ പേര് ഞാൻ മറന്നുപോയി. രീതിയിലുണ്ട് കേട്ടോ, കൊങ്ങു കാം അല്ലെങ്കിൽ ഗോൾഡൻ പക്കോട കേട്ടോ. നമുക്ക് ഗോൾഡൻ പക്കോട എന്ന് തന്നെ പറയാം, കാരണം ഈ ഒരു പേര് കിട്ടണില്ല കേട്ടോ വായില്. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇതെനിക്ക് തോന്നല്ല കേട്ടോ ഗോൾഡ് വെച്ചാണ് പണിതേക്കണം, പക്ഷേ ഇത് ഗോൾഡ് വെച്ച് എല്ലായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അതായിരിക്കും ഗോൾഡ് വെച്ച് പണിയാൻ സാധ്യത. അതുപോലെ തന്നെ അപ്പുറത്തും വേറൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. എനിക്കൊന്നും അതൊരു തായ് ടൈപ്പ് ടെമ്പിളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ പോയി ഇതിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അതും അതേപോലെ വ്യത്യാസമുണ്ട്. നമ്മൾ നേപ്പാളിലൊക്കെ പോയ സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. കംബോഡിയ മൊണാസ്ട്രി, തായ് മൊണാസ്ട്രി, അങ്ങനെ ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. എല്ലാം പല പല രീതിയിലാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. എനിക്ക് തോന്നണത് ഈ ഒരു ബുദ്ധയുടെ ഇത് പണിതേക്കണം മിക്കവാറും ഗോൾഡ് വെച്ചായിരിക്കും കേട്ടോ എന്നാണ് തോന്നുന്നത്. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തായാലും പെയിൻ്റാണ് കേട്ടോ, ഇതൊന്നും ഒരിക്കലും ഗോൾഡല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ കേട്ടോ. ഇതാണ് ബുദ്ധയുടെ ഒരു വലിയൊരു പ്രതിമ കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ദേവിയുടെ പ്രതിമയാണ്. ഇവിടെ വിത്തൗട്ട് പെർമിഷൻ കേട്ടോ, ഇതിൽ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഓരോരോ ശിലകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തേക്കണം. ഇതേപോലത്തെ ഒന്ന് ഇപ്പുറത്തുകൊണ്ട് കേട്ടോ അല്ലേ. ഇതിനുള്ളിൽ വീഡിയോസ് കാര്യങ്ങൾ എടുക്കണതിന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാട്ടോ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിത് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, എവിടെയും ചപ്പ് ചവറൊന്നുമില്ല കേട്ടോ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചേക്കണം. ഓരോ ഇതും കറക്റ്റ് രീതിയിലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഡെയിലി ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന ഒരു സ്ഥലവും കൂടിയാണ്. കാണുന്നത് ഡ്രാഗൻ്റെ ഒരു സംഭവം കേട്ടോ. ശരിക്കും ഈ ഒരു ബുദ്ധിസ്റ്റ് ഇവർ ഡ്രാഗനായിട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ പോയി കഴിഞ്ഞാലും ഡ്രാഗൻ്റെ ഒരു എന്താ പറയുക ഒരു ചിത്രം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടില്ലേ, അവിടെ ഒരു ബുദ്ധയുടെ ഒരു ഇതുണ്ട്, അതിലും ഡ്രാഗൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ ഒന്ന് കയറാം. മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. മിക്കവാറും നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഡ്രാഗൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഡ്രാഗൻ ഇങ്ങനെ നാവ് നീട്ടിയിരിക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കണത്. ഇതൊക്കെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് കയറി നോക്കാം. നമ്മളെല്ലാ മൊണാസ്ട്രിയിലും വന്നേക്കണ പോലത്തെ സെയിം തന്നെയുണ്ട് ഇതിൻ്റെ ഉള്ളിലും, പക്ഷെ ഇതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയാണ് കേട്ടോ.
കണ്ടില്ലേ, ഒരു ദേവിയുടെ എന്തോ ചിത്രമാണ് കൊടുത്തേക്കണത് ഇവിടെയൊക്കെ. കാരണം ആ ഒരു പെയിൻറ്റിങ് ആയിട്ട് എടുത്തു പറയേണ്ടത്, അടിപൊളിയായിട്ടാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. ഈ ഒരു ബുദ്ധയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം കോട്ടേജുകൾ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടേജുകളാണ് ഈ കാണുന്നത്. AC ആണ് കേട്ടോ. എത്ര ചാർജ് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, ആരെയും കാണില്ല കേട്ടോ. ഇതൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ. അത്യാവശ്യം മഴയും പൊടിയുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണേ കേട്ടാ. ഇവിടെ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല കേട്ടാ. ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ ഗോൾഡൻ പക്കോട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് വേറെ എന്തൊക്കെയോ വലിയ സംഭവമാണ്. പക്ഷേ എനിക്ക് വലിയ രീതിയിൽ തൃപ്തിയായില്ല കേട്ടാ. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സൈക്കിളിന് അങ്ങോട്ടേക്ക് പോവാം. जा रहे अभी? ओके, थैंक यू भैया. अच्छा, आप लोग का आपका नाम क्या है भैया? सुबिंदर सुबिंदर. अच्छा, प्रतुल दास. प्रतुल है ना. मेरा एक छोटा वीडियो है, कोई प्रॉब्लम नहीं रहा. നമ്മളെ ഇപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ പോണത് ഇവിടെ ഒരു ബുദ്ധയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് കാണാനാണ്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. അടിപൊളി റൂട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നണേ. ഇപ്പോൾ എത്തുമെന്ന് അറിയില്ല കേട്ടോ. അത്യാവശ്യം കയറ്റുണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടോ. അൽമേ ഓ ബുദ്ധ കാ ബടാ വാല കിतना दूर लगेगा? മറ്റേ തേയില പറിക്കാൻ വേണ്ടി വന്ന ദീദിമാരാണ് കേട്ടാ. എനിക്ക് തോന്നുന്ന ഒരു ആസാമികളോ ബീഹാറികളോ ആയിരിക്കും കേട്ടാ, കണ്ടിട്ട് അങ്ങനെ തോന്നണത്. ഇതൊരു ഉള്ളു റൂട്ടാണ് കേട്ടോ. ഇവിടെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളത് നമ്മൾ പോണ ആ ഒരു വലിയ ബുദ്ധ സ്റ്റാച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാന്ന് തോന്നട്ടെ ഈ ഒരു റൂട്ട് വന്നത്. നമ്മൾ ഇത്ര നേരോട്ട് ആരെയും അങ്ങനെ കണ്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അത് അവസാനം നമ്മൾ ആ ഒരു ജെയിൻ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തിയേട്ടാ. ഇവരിവിടെ അടച്ചു വെച്ചേക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എന്തോ പണി കാര്യങ്ങൾ നടന്നിരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചുവിൽ. കാരണം അതിലെന്തൊക്കെയോ അറ്റകുറ്റ പണികളുണ്ട്. നമ്മളിതിൻ്റെ ഫോട്ടോ കണ്ട സമയത്ത് മുതൽ ഈ ഒരു സംഭവങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ വേറെയും ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ മേളിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്കും കയറാട്ടെ മേളിലേക്ക്. ഇവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം വിചാരിച്ച് അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ ഇവർ കയറണുണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ ഇവിടെയുള്ള ലോക്കൽസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കയറുന്നതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. അവിടെ ഇവിടെയൊക്കെ കണ്ടില്ലേ പൊട്ടലൊക്കെ ഉണ്ട്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ആകെയുള്ളത് ഈ കാണുന്ന ഒരു വലിയൊരു ജെയിൻ ബുദ്ധയുടെ സ്റ്റാച്ചു മാത്രമേ ഉള്ളൂ. എന്തായാലേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈവേയിൽ എത്തിയേട്ടാ. നേരെ നംസായിലേക്കാണ് പോണത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ പോകണ വഴിക്ക്. നല്ല വിശപ്പുണ്ട്. ഏതെങ്കിലും കടകൾ വല്ലതും കിട്ടണമെങ്കിലേ അവിടെ കയറി ഫുഡ് കഴിക്കാം കേട്ടോ. ഇപ്പം ഏകദേശം 5 മണി ആറായിട്ടാ. നമ്മൾ നല്ല ചൂട് പക്കോടയും ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇതേപോലെ ചെറിയ ചെറിയ കടകളൊക്കെ പോകണ റൂട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നംസായി എത്തിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടൗണാണ്. നംസായി നിൽക്കാൻ പ്ലാനില്ല കേട്ടോ. എനിക്ക് ഈ ടൗണിൽ അങ്ങനെ നിൽക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ഇതില് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. വെയിലൊന്നും മാറണല്ലോ. മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനായിട്ട് റൂട്ടിൽ. അങ്ങനെ നമ്മളിപ്പോൾ നംസായിൽ എത്തിയേട്ടാ. ഈ കാണുന്നതാണ് നംസായി. ഇവിടെ സൈക്കിളിലൊരു ഷോപ്പ് അന്വേഷിച്ചിറങ്ങി കേട്ടാ. എൻ്റെ സീറ്റ് ആകെ പണി കിട്ടിയിരിക്കുന്നതാണ്. ആ സീറ്റൊന്ന് സെറ്റാക്കണം കേട്ടോ. ഇവിടെ എല്ലാ കടകളും അടച്ചിട്ടേക്കണേണ്. ഇന്ന് വല്ല അവധിയാണോന്നൊരു ഐഡിയ ഇല്ല കേട്ടാ. അങ്ങനെ നമ്മുടെ പഴയ സീറ്റ് മാറ്റിയിട്ട് പുതിയ സീറ്റ് സെറ്റ് ചെയ്യാൻ കേട്ടാ. ഹായ് भैया, हाय नमस्ते. आप कहाँ से हो भैया? ये क्या है ना. अच्छा, यहाँ में कितना साल होगा दुकान में? बहुत साल हो गया. अच्छा, मेरा सीट तो पूरा ख़राब होगा. नया सीट आप बना लिया ना. പഴയ സീറ്റ് കാണിച്ചാട്ടാ. ഈ കാണുന്നതാണ് പഴയ സീറ്റ്. ഫുള്ള് പോയി കിടക്കണേട്ടാ. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ BROക്കാരെ നമുക്ക് പണിത് തന്ന സീറ്റാണ്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇത് മാറ്റി പുതിയ സീറ്റ് വെച്ചേട്ടാ. ഹായ് കാർലോ. ഹായ്. താങ്ക് യു ഭയ്യ. ഓക്കെ, ठीक है भैया. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നംസായിലാണ്. നംസായിൽ നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം കാണിച്ചു തരാട്ടാ. ഓക്കെ,
ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഇതൊരു ഹാളാണ് കേട്ടോ. ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ട്. എൻ്റെ സൈക്കിള് കാര്യങ്ങളെല്ലാം ഇവിടെ ഒതുക്കി. പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണക്കാൻ ഇട്ടേക്കണേ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പുറത്ത് ടെൻ്റ് അടിക്കാനാന്ന് വെച്ചാൽ അപ്പോൾ ഇവിടുത്തെ ഒരു കടക്കാരനോട് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കാൻ സ്പേസ് കാര്യങ്ങളുണ്ട്, ടെൻ്റ് അടിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരിച്ച് കിടക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട്. തൊട്ട് നമ്മൾ ജസ്റ്റ് വിരിച്ച് കിടക്കണേ കേട്ടോ. അതുപോലെ ഫാനുണ്ട്. ഇനിയിപ്പോൾ നാളെ പ്ലാൻ ആയിട്ടില്ല, ചാനലിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. ഇപ്പം എന്തായാലും നാളെ നമുക്ക് പ്ലാൻ ആക്കാം. എന്താവും എങ്ങനെ ഒന്നും എനിക്കറിയില്ല. നംസായിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസി ആയിട്ടുള്ള ഏരിയയിൽ വന്നിട്ട് ആകെ തലക്കെട്ടാന്ന് വെച്ച അവസ്ഥയിലാണ്ടാ. നമ്മൾ ഇത്ര ദിവസം യാത്ര ചെയ്തത് നല്ല അടിപൊളി വിശാലമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അവിടെ നിന്നൊക്കെ വന്നിട്ട് എന്തോ പോലെ കേട്ടോ വല്ലാത്തൊരു സങ്കടമുണ്ട്.